ഈ ഒരു 2026 ഓപ്പോ ലോഞ്ച് ചെയ്തിട്ടുള്ള അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ് ഓപ്പോ റെനോ 15 സീരീസ്. ഈ ഒരു സീരീസിൻ്റെ അകത്ത് 15 പ്രോ, 15 പ്രോ മിനി ഇങ്ങനെ 3 ഡിവൈസാണ് വരുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നത്തിങ്ങിൻ്റെ ഒരു 6.78 ഇഞ്ചസ് ഡിസ്പ്ലേ സൈസ് വരുന്ന ഒരു ഫോണായിരുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ ഫോൺ കൊണ്ട് നടക്കാൻ. അതുകൊണ്ട് തന്നെ ഒരു കോമ്പാക്ട് ഫോൺ നോക്കുമായിരുന്നു ഞാൻ. സാംസങ്ങിൻ്റെ S25, OnePlus 13s, അതേപോലെ വിവോയുടെ X200FE ഇതൊക്കെയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കോമ്പാക്റ്റ് ഫോൺ. ഏതൊരു സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഓപ്പോ റെനോ 15 സീരീസിൻ്റെ ഒരുപാടധികം പ്രൊമോഷണൽ വീഡിയോസാണ് വരുന്നത്. എല്ലാത്തിലും അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നെഗറ്റീവ് എവിടെയും ഡിസ്കസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ റെനോ 15 പ്രോ മിനി എടുത്തു. 6.32 ഇഞ്ചസിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കംഫർട്ടായിരിക്കും കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്. ഓപ്പോയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ് ഈ ഒരു 15 സീരീസിൽ 15 പ്രോ മിനി. ബോക്സ് ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ നമ്മുടെ ഡിവൈസ് വരുന്നുണ്ട്. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് TPU കേസും കൂടെ വരുന്നുണ്ട്. 2 കളർ ഓപ്ഷൻസിലാണ് 15 പ്രോ മിനി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഗ്ലേഷ്യർ വൈറ്റും കോക്കോ ബ്രൗണും. 80 വാട്ട്സിൻ്റെ ചാർജിങ് അഡാപ്റ്ററും Type A to Type C കേബിളും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു സിം ഇജക്ടർ ടൂളും ഒരു വാറണ്ടി കാർഡും കൂടെ ബോക്സിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഡിവൈസ്. ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബോക്സി ഡിസൈനാണ്. ഇനി പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഫോണിൻ്റെ ഫീല് കിട്ടും. ഐഫോണിൻ്റെ ഡിസൈൻ അതേപോലെ കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഒരു ഗ്ലാസ് ഫിനിഷിലാണ് വരുന്നത്. ഏകദേശം 187 ആണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് നല്ലൊരു വെയിറ്റ് ബാലൻസും കൂടെ ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. പുറകിൽ 3D റിബൺ ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയ്യിൽ നിന്ന് വീണാൽ തന്നെ ഡിസ്പ്ലേക്ക് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോക്ക് അബ്സോർബിംഗ് ബയോണിക് ടെക്നോളജി കൂടെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. IR ബ്ലാസ്റ്ററും മൈക്രോഫോൺ സ്ലോട്ട്സും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻറ്റി കൊറോസീവ് Type C പോർട്ടും വരുന്നുണ്ട്. 2 നാനോ സിം കാർഡാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. നല്ലൊരു അലൂമിനിയം ഫ്രെയിം, നല്ലൊരു ബോക്സ് ഡിസൈനാണ്. കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സൈഡിലാണെങ്കിൽ വോളിയം ബട്ടണും അതേപോലെ പവർ ബട്ടണും, പിന്നെ അലൂമിനിയം ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് ബാൻഡിന് വേണ്ടി ഒരു 6 ബാൻഡുകൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. 6.32 ഇഞ്ചസിൻ്റെ LTPO AMOLED ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. മിനിമം റിഫ്രഷ് റേറ്റ് 60 ഹെർട്സും മാക്സിമം റിഫ്രഷ് റേറ്റ് 120 ഹെർട്സും ആയിരിക്കും. 1200 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡും HDR10+ ഇതിൽ സപ്പോർട്ട് ചെയ്യും. Android 16 വിത്ത് ColorOS 16 ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത്. MediaTek Dimensity 8450 ചിപ്സെറ്റും 12GB 256GB 12GB 512GB വേരിയൻറ്റും കൂടെ അവൈലബിൾ ആണ്. UFS 3.1 ആണ് ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പ്. ഇനി ക്യാമറ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വിത്ത് ഡ്യുവൽ ഫ്ലാഷ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെയും സിനാരിയോ അനുസരിച്ചിട്ട് ഇതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് മോഡ് മാറിക്കൊണ്ടിരിക്കും. 200 മെഗാപിക്സലിൻ്റെ OIS ക്യാമറ, അതിൽ നമുക്ക് 125x വരെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. 50 മെഗാപിക്സലിൻ്റെ 3.5x ടെലിഫോട്ടോ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 മെഗാപിക്സലിൻ്റെ 100 ഡിഗ്രി വരെ ഓട്ടോ ഫോക്കസ് വരുന്നൊരു ഫ്രണ്ട് ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് കിട്ടുന്നത്. 125x വരെ നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ നല്ലൊരു ക്ലാരിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയാൽ നല്ല 3.5x എടുക്കുമ്പോൾ നല്ലൊരു ടെലിഫോട്ടോ ക്യാമറ കറക്റ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ കട്ട് ചെയ്ത് ബ്ലറാക്കി തരുന്നൊരു സിസ്റ്റം കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1-2 സെക്കൻഡ് എടുക്കും അതൊന്ന് പ്രോസസ്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ആ ഒരു ചെറിയൊരു ഡിലേ വരുന്നുണ്ട്. ഇനി ബാക്ക് ക്യാമറ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് 4K 60 FPS വരെയും 1080p 480 FPS വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് 4K 60 FPS വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ അതിൽ വരുന്ന എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് അറ്റ് എ ടൈം ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും യൂസ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും സ്വിച്ച് ചെയ്യാനും പറ്റും. സ്റ്റീരിയോ സ്പീക്കറോടുകൂടിയാണ് വരുന്നത്. നല്ലൊരു സ്പീക്കർ പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും സെയിം ഹാപ്റ്റിക് എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു 15 പ്രോ മിനിയുടെ അകത്ത് നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഒരു കോമ്പാക്റ്റ് ഫോൺ ആയതുകൊണ്ട് തന്നെയാണ്. കോമ്പാക്റ്റ് ഫോണാണെന്ന് വെച്ചാൽ ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. 6200 നിറ്റ്സിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതും ബോക്സിനകത്ത് 80 വാട്ട്സിൻ്റെ ചാർജിങ് അഡാപ്റ്ററും കൂടെ ഇൻക്ലൂഡ് ആണ്. ഏകദേശം ഒരു 3/4 മണിക്കൂറാണ് ഇത് ഫുൾ ചാർജ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഡ്യുവൽ ബാൻഡ് Wi-Fi 6ഉം അതേപോലെ ബ്ലൂടൂത്ത് 5.4 ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നല്ലൊരു കണക്ടിവിറ്റി പെർഫോമൻസും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പോസിറ്റീവ് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ കോമ്പാക്ട് സൈസും അതേപോലെ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. സാംസങ്ങിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കപ്പാസിറ്റി നല്ല കൂടുതലാണ്. സാംസങ്ങിന് ഏകദേശം 4000 അണ്ടറിലാണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. പക്ഷേ ഇതിനകത്ത് 6200 mAhൻ്റെ കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് 80 വാട്ട്സിൻ്റെ ചാർജിങ് കൂടെ വരുന്നുണ്ട്. കാർബൺ സിലിക്ക ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് 200 മെഗാപിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട്. നിങ്ങൾക്ക് 125x വരെ സൂം ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ സൂം ചെയ്ത് ഫോട്ടോസ് ഒന്നും എടുക്കണമെന്നില്ല, പക്ഷേ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി AI ആണ്. നിങ്ങൾ ഫോൺ അൺലോക്ക് ചെയ്തപ്പോൾ മുതൽ ഗാലറി ഓപ്പൺ ചെയ്താലും എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ AI ടച്ച് കാണും. സർക്കിൾ ടു സെർച്ചും പിന്നെ ഇമേജ് സെർച്ചും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 45 മിനിറ്റ്സ് ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ച് നോക്കി. ഹൈ പെർഫോമൻസിൽ ഇട്ടിട്ടാണ് കളിച്ചത്. നല്ലൊരു പെർഫോമൻസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഹീറ്റിംഗ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഹീറ്റ് ഡിസ്പേഷനൊക്കെ നല്ലോണം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ നെഗറ്റീവ്സ് നോക്കാം. അതായിരിക്കുമല്ലോ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് Dimensity 8450 ചിപ്സെറ്റാണ് വരുന്നത്. ഒരു സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് കൊടുത്തിരുന്നെങ്കിൽ നന്നായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ
ഇതിൻ്റെ അകത്ത് പെർഫോമൻസ് ഇപ്പം ഞാൻ ഏകദേശം എല്ലാ ആപ്ലിക്കേഷൻസും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണിത്. യാതൊരുവിധ സ്റ്റട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ 12 GB റാം ആയതുകൊണ്ട് തന്നെ നല്ലോണം ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എല്ലാ ആപ്ലിക്കേഷൻസും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 7.39 GB ഇപ്പോൾ റാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഔട്ട് ഓഫ് 12 GB. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ അകത്ത് ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിട്ടുള്ളത്. സാംസങ്ങിൻ്റെ അകത്തൊക്കെ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് ഒപ്റ്റിക്കലാണ്. പക്ഷേ നല്ല ഫാസ്റ്റാണ്, നമുക്കത് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ അകത്ത് വരുന്ന ബ്ലോട്ട്വെയർസ് ആണ്. ഒരുപാടധികം ബ്ലോട്ട്വെയർ ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നാലാമത്തെ കാര്യം NFC ആണ്. ഇന്ത്യയിൽ ഇറങ്ങുന്ന മോഡൽസിന് NFC സപ്പോർട്ട് കൊടുത്തിട്ടില്ല, പക്ഷേ മറ്റ് രാജ്യങ്ങളിലൊക്കെ NFC സപ്പോർട്ട് വരുന്നുണ്ട്. അതും എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. അഞ്ചാമത്തെ നെഗറ്റീവ് ഇതിൻ്റെ അകത്ത് വയർലെസ് ചാർജിങ് ഓപ്ഷൻ കൊടുത്തിട്ടില്ല. വയർലെസ് ചാർജിങ് കൊണ്ട് വലിയ യൂസൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഫീച്ചറായിട്ട് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിരുന്നെങ്കിൽ അടിപൊളിയായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ക്യാമറ യൂസ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് സാമ്പിൾസ് കാണിച്ചു തരാം. നല്ലൊരു ക്യാമറ പെർഫോമൻസ് തന്നെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. ഇനിയിപ്പോൾ യൂസ് ചെയ്ത് 1-2 ആഴ്ച കഴിഞ്ഞ് കംപ്ലീറ്റ് യൂസർ എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യാം. നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ ഒരു കോമ്പാക്റ്റ് ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഡിവൈസ് ആയിരിക്കും ഈ Reno 15 Pro Mini. പർച്ചേസ് ചെയ്യാൻ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.